ഹലോ, അസ്സലാമലൈക്കും. ആദ്യമായിട്ട് ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. പിന്നെ വാപ്പൻ്റെ കഥകളും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അറിഞ്ഞു. വാപ്പന് വാപ്പ ഉണ്ടാക്കി വെച്ച ത്യാഗത്തിൻ്റെ നേട്ടങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കഷ്ടപ്പെട്ടു, നമ്മൾ സുഖിച്ച് ജീവിക്കുന്നു. തമ്മിൽ അവർ അത്യാവശ്യം സ്വത്തുണ്ടാക്കി തമ്മിൽ കലയിക്കുകയും ചെയ്തു. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിസ്സാര കാര്യങ്ങൾക്ക് പിടിവാശി പിടിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അന്ന് അവർ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത്, വളരെയധികം ത്യാഗം ചെയ്ത് ഉണ്ടാക്കിയ സമ്പാദ്യം നമ്മളിപ്പം പരസ്പരം നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളെന്ന് വെച്ചാൽ മൊത്തത്തിൽ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പലരും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രദർശിപ്പിച്ച ആ ഡോക്യുമെൻ്ററി കണ്ടവർ, അനുഭവിച്ചവർ ഒരു തുള്ളി കണ്ണീരിട്ട് വീഴാതെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ കരഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവരുടെ ത്യാഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, നല്ല രീതിയിൽ ഭക്ഷണം പോലും കഴിക്കാത്ത ആണ് അവർ മരിച്ചു പോയത്. അതിലാണ് ഏറ്റവും സങ്കടം. എല്ലാവരും നോക്കിയിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഉള്ള സാഹചര്യം വന്നപ്പോൾ അവർ മരിച്ചുപോയി. നല്ല രീതിയിൽ അവർ കഞ്ഞും ഉണക്കമീനും പൂളയും മുതിരയും ഇതെല്ലാം കഴിച്ചിട്ടാണ് അവർ വളർന്നത്. നമ്മളിന്ന് ബിരിയാണി, അതിൻ്റെ മുകളിലോട്ട് എന്താണോ ഉള്ളത് അത് കഴിച്ചാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അത്രയും ത്യാഗം ചെയ്തിട്ടുണ്ട്. ഉമ്മ പലപ്പോഴും പറയലുണ്ടായിരുന്നു, അവസാനം എല്ലാം വിളമ്പി കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് ജീവിച്ച എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല വിഷമങ്ങളും ഉമ്മ പറയും. പലരും വരും, വീട്ടിൽ അതിഥികളായിട്ട് വരും, എല്ലാം വിളമ്പി കഴിയും. അവസാനം ഉണ്ടാകുന്നത് കഞ്ഞിവെള്ളം മാത്രമായിരിക്കും. അത് കുടിച്ച് എത്രയോ ദിവസം ഉമ്മ വിശപ്പ് മാറ്റിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ കുടുംബത്തെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. എനിക്ക് 5 കുട്ടികളാണുള്ളത്. 2 മരുമക്കളും 3 കുട്ടികളും. അതിൽ മൂത്ത കുട്ടി ഫസ്ന, അവൾ BDS കഴിഞ്ഞ് ഇപ്പോൾ ക്ലിനിക്കിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവളുടെ ഹസ്ബൻഡ് MDS ആണ്, കൊണ്ടോട്ടിയിലാണ് വീട്. അവർ രണ്ടുപേരും ഒന്നിച്ച് ക്ലിനിക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ മോന് ഫസൽ, അവന് BTech കഴിഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞ് 1 കൊല്ലം ഗൾഫിൽ പോയി. പിന്നെ ഇപ്പം ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഭാര്യ സഫ ഫറൂഖെന്ന് കല്യാണിച്ച് PDS ആണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസിന് പോവും, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിൽക്കും. പിന്നെ അവർക്കൊരു കുട്ടിയുണ്ട്, റുവാദിനി എന്നാണ് പേര്. പിന്നെ ഫസലിൻ്റെ മോള് പേരാണ്, മോനാണ് ഫിസാൻ അലി, നൈറ MD. അങ്ങനെ 4 പേരെ കുട്ടികളാണുള്ളത്. പിന്നെ ഫെബിന കൊണ്ടോട്ടി കുന്നുംപുറത്തേക്കാണ് കല്യാണം കഴിച്ചത്. ഹസ്ബൻഡ് BTech മെക്കാനിക്കൽ കഴിഞ്ഞാണ്. എൻ്റെ ഫീൽഡിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്, കൃഷി ഫീൽഡിലാണ്. പിന്നെ ഒരു കുട്ടിയുണ്ട്, പേര് ചാലിയ. ഇപ്പോഴത്തെ പേരാണ്. പഠിക്കാൻ ലേശം പണിയുണ്ട്. ഞങ്ങളൊക്കെ പ്രായം ചെന്ന ആൾക്കാരായതിനെ കൊണ്ട് പുതിയ പേരുകൾ പഠിച്ച് മനസ്സിലാക്കാൻ ലേശം കഷ്ടപ്പാടുണ്ട്. ഞങ്ങൾ BTech ആണ്. അതിനിടയിൽ ചെറിയ ബിസിനസ് പരിപാടിയുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ വന്ന ഒരാൾ തിരുവനന്തപുരം ഇവിടെ പോകണ്ടായിട്ട് അവർ പോയിരുന്നു. മറ്റാൾ വന്നിരുന്നു. അവർ നിൽക്കാൻ സമയമില്ലായിട്ട് അവർ പെട്ടെന്ന് വന്നു പോയി. കൂടുതലായിട്ടൊന്നുമില്ല. ഇത്ര നമ്മളെ കുടുംബത്തെ പറ്റി പറയാനുള്ളൂ.